നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രായമായോ ഒരുപക്ഷെ ജീവിച്ച് വളർന്ന സാഹചര്യം നമ്മുടെ അച്ഛനമ്മമാർ വളർത്തിയ പോലെ അല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്താണോ? അല്ല, ഒരിക്കലും. അപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ലഹരി എന്ന് പറയുന്ന എന്താവണം? നമ്മുടെ കുടുംബ ജീവിതമാകണം ലഹരി, അല്ലെ? നേരെ മറിച്ച് മയക്കുമരുന്നിന് അടിമയാകുന്ന അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോ നമ്മുടെ കണക്കനുസരിച്ചിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഡോക്ടർ പറയുന്നത് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല, കാര്യം ഡോക്ടർ അത് സ്റ്റഡി ചെയ്താൽ വന്നിരിക്കുന്നത്, അപ്പോൾ കൃത്യമായിട്ട് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മയക്കുമരുന്നിനെ നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റി നിർത്തണം. വേണ്ടെന്ന് പറയുമ്പോൾ ഒരു സംശയമുണ്ട്. നമ്മുടെ പ്രായം ചെന്നവർക്ക് ഇത് മദ്യപാനം ഒരു ലഹരിയാണ്, അല്ലേ? അപ്പൊ അത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചോദ്യം വരും. ഈ സർക്കാർ കൊടുക്കുന്ന വിവരേജും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ തുടങ്ങി ബാറൊക്കെ അങ്ങ് നിർത്തിയാൽ പോലെ, അല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. കേരളത്തിലെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള ഒരു പത്രത്തിൽ, ഞാനിത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഏറ്റവും കൂടുതൽ ബിയർ ഉപയോഗിച്ചിരുന്ന കേരളീയരാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നത് കേരളീയരാണ്. ഒരു കണക്ക് വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പരിശോധന നടത്തുമ്പോഴത്തേക്ക് കണക്കെടുത്തപ്പോഴത്തേക്ക് ഏറ്റവും കുറച്ച് മദ്യം ഉപയോഗിക്കുന്നവർ കേരളീയരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ബാറുകൾ നമുക്കുണ്ട്, ഏറ്റവും കൂടുതൽ ബിവറേജ് നമുക്കുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കുറച്ച് മദ്യം ഉപയോഗിക്കുന്നവർ കേരളീയരാണ്. ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ, അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു സന്തോഷമാണ്, അല്ലേ? നമ്മുടെ മകളുടെ വിവാഹം നടക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മളെല്ലാം കൂടെ ഒത്തുചേർന്ന് രക്ഷകർത്താക്കളും നമ്മുടെ കുടുംബ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം പങ്കിടാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ രീതിയിൽ മദ്യം ഉപയോഗിക്കും. സന്തോഷം എന്താ? നമ്മുടെ വീട്ടിലൊരു നല്ല മംഗളകർമ്മമാണ്. ഇനി ഒരു കുട്ടി ജനിക്കുമ്പോഴോ, ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമാണ്, അല്ലേ? നമുക്ക് ആദ്യമായിട്ടൊന്നൊരു കൺമണിയെ കാണുമ്പോഴത്തേക്ക് ഏറെ സന്തോഷം വരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊരു സൽക്കാരം നൽകും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ വീട് ലഹരി മുക്തമാക്കണം. എങ്കിലാണ് നമുക്ക് സമൂഹത്തെ ലഹരി മുക്തമാക്കാൻ പറ്റുന്നത്. അത് പെട്ടെന്ന് നടക്കുന്നൊരു പ്രക്രിയ അല്ലെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ തീരുമാനിച്ചു, റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബം പൂർണ്ണമായും മയക്കുമരുന്നിന് ലഹരിയല്ല, ലഹരി നമ്മുടെ ജീവിതമാണ്. ആ രാസലഹരി അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2 പ്രശ്നം, ഒന്ന് മാലിന്യമുക്തമായിട്ടുള്ള ഒരു സമൂഹവും, രണ്ടാമത് നമുക്ക് ലഹരി മുക്തമായിട്ടുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നില്ലാത്തൊരു സമൂഹമായി നമ്മുടെ കേരളത്തെ മാറ്റി തീർക്കാൻ എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ പൂർണ്ണമായും ലഹരി മുക്തമായിരിക്കണം എന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ തീരുമാനിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ SLC +2 എല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെയാണ് അനുമോദിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും പറയും, ഫുൾ A+ വാങ്ങിയവരെ മാത്രം അനുമോദിച്ചാൽ മതിയോ? പോരാ, എല്ലാവരെയും അനുമോദിക്കണം. കാരണം അറിയോ, ഫുൾ A+ വാങ്ങാൻ കഴിഞ്ഞില്ല, ഒരു A+ കുറഞ്ഞു പോയി. അതുകൊണ്ട് അവർ മോശക്കാരല്ല കേട്ടോ. അതുകൊണ്ട് അവർക്കും സമൂഹത്തിലൊരു പ്രചോദനമാകുന്നതിന് നാളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ അവരെയും ആദരിക്കാൻ നമുക്ക് കഴിയണം. അത് ഇവിടെ ഇപ്പം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങൾ നല്ല മക്കളായി നല്ലപോലെ പഠിക്കണം. പഠിക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയും. എങ്ങനെയാണ് പഠനം, അതിനുവേണ്ടി എന്താണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് എന്താണെന്നൊക്കെ അവർ പറയും. അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം നിങ്ങൾ പഠിച്ച് മിടുക്കന്മാരാകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ ഇപ്പം ആദരിക്കാൻ ഒരു സമൂഹമുണ്ട്, അല്ലേ? നിങ്ങളെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങൾ നല്ല മാർക്ക് കരസ്ഥമാക്കിയപ്പോഴത്തേക്ക് നിങ്ങളെ ആദരിക്കാൻ ഒരു ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചെല്ലാം വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾ തിരിച്ച് സമൂഹത്തെ സ്നേഹിക്കാനും സമൂഹത്തെ സേവിക്കാനും നമ്മുടെ രക്ഷകർത്താക്കളെ ബഹുമാനിക്കാനും പൊതുസമൂഹത്തെ ബഹുമാനിക്കാനും ഉള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും
അവരുടെ രക്ഷകർത്താക്കൾക്കും എബ്രാഹിം ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഔദ്യോഗികരുടെ പേരിൽ ഈ വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മാതാപിതാക്കൾക്കും വേണ്ടി ക്ലാസ് എടുക്കാനെത്തിയ ഡോക്ടറെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി ജാരിയ കബീർ, എഡ്രാക് ജില്ലാ സെക്രട്ടറി ശ്രീ പി മനോഹരൻ, റെസിഡൻസ് ശ്രീമൂലനഗരം മേഖലാ സെക്രട്ടറി പി എസ് വിനയൻ, റെസിഡൻസ് ഇൻചാർജ് ശ്രീമതി ലക്ഷ്മിക്കുട്ടി പ്രകാശൻ, ശ്രീമൂലനഗരം മേഖല പ്രസിഡന്റ് ശ്രീ വി എച്ച് ഉബൈദുള്ള, ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജന, ഇവിടെ കൊണ്ടോട്ടിയിൽ ഡോക്ടർ അഞ്ജനാസ് ഹോമിയോപ്പതി ഫോർ വെൽനസ് ആൻഡ് ഹീലിംഗ് ക്ലിനിക്ക് നടത്തുകയാണ്. ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ എന്നോടിവിടെ സംസാരിക്കാൻ പറഞ്ഞ ടോപ്പിക്ക് വന്നിട്ട് മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിലുപരി പാരൻസിനും മാതാപിതാക്കൾക്കും പിന്നെ കുട്ടികൾക്കും എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ മാത്രം പാരൻസിനെ ബഹുമാനിക്കണം എന്നല്ല, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും പാരൻസിന് എന്തൊക്കെ നമുക്ക് അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ നമ്മളും ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരാണ് ഈ മുതിർന്നവർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പാരൻസ്, മാതാപിതാക്കൾ, അച്ഛനോ അമ്മ, പിന്നെ നമ്മുടെ അമ്മുമ്മ, അപ്പൂപ്പൻ, അവരൊക്കെ ടീച്ചേഴ്സ്, ഇവരെല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. എന്താണ് ബഹുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബഹുമാനം എന്ന് പറയുന്നത് അവരെ ഒരു ചിരി, അപ്പോൾ അവരെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, അവരെ കേട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർ പറയുമ്പോൾ അത് എതിർത്ത് പറയാതെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്നത് വില കൊടുക്കുക എന്നൊക്കെയുള്ളതാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബഹുമാനം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ ഒരു അകൽച്ച വരും, ആ ഒരു ബന്ധങ്ങൾക്ക് ഒരു അകൽച്ച വരും. പിന്നെ അതുപോലെ തന്നെ പാരൻസിന് ഒരു ഒറ്റപ്പെടലോ എല്ലാം തോന്നാം. അപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ബഹുമാനം കൊടുക്കുക തന്നെ വേണം. നമ്മുടെ പാരൻസിന് നമ്മൾ ബഹുമാനം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തലമുറ വാർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പാരൻസിനും സന്തോഷമായിരിക്കും. കുട്ടികൾ നല്ല രീതിയിൽ വളരുന്നു, മിടുക്കരാവുന്നു, ഒരു നല്ല പേഴ്സണാലിറ്റിയോടെ നമ്മുടെ കുട്ടികൾ വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കും നല്ലൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. പിന്നെ സാറ് പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് ഒരു മുക്തമായിട്ടുള്ള ഒരു സമൂഹം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾ കൂടുതലും അങ്ങനെ ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കും ഒക്കെ ഇപ്പോൾ വഴിതിരിയുന്ന ഒരു സന്ദർഭമാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പിന്മാറാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ നമുക്കിവിടെ പാരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ചിൽഡ്രൻ. അതായത് നമ്മൾ ഒരുപാട് കുട്ടികളോട് സംസാരിക്കുക. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ എന്തൊക്കെ അന്ന് നടന്നു, അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിലെ കാര്യങ്ങളും കുട്ടികളോട് ഷെയർ ചെയ്യുമ്പോൾ അവർ സ്കൂളിലെ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോവാം, ഷോപ്പിങ്ങിന് കൊണ്ടുപോവാം, അതുപോലെ തന്നെ അവരുടെ കൂടെ കളിക്കാം. ഇതൊക്കെ നമുക്ക് പാരൻസിന് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ പ്രൈസ് ഗുഡ് ബിഹേവിയർ. അതായത് നമ്മൾ കുട്ടികൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ മാത്രം കുറ്റപ്പെടുത്താതെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുക, മിടുക്കനാണ് എന്ന് പറയാനായിട്ട് പാരൻസ് ശ്രമിക്കണം. പിന്നെ റീഡയറക്ട് ദർ ഇമോഷൻസ്. അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം പോവുകയും ചെയ്യും. സോ നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് അവരോട് കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ കുറച്ച് അയവോട് സംസാരിക്കാം. അവരുടെ പിന്നെ ദേഷ്യം അവർ കൺട്രോൾ ചെയ്തോളും. പിന്നെ സെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്. അതായത് കുട്ടികൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുക, ഒരു കറക്റ്റ് ആയിട്ടുള്ള റൊട്ടീൻ. ഇപ്പോൾ മോർണിംഗ് മുതൽ രാത്രി വരെയുള്ള റൊട്ടീൻ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ബഹുമാനം എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. മുതിർന്നവരെ കണ്ടാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക മുതിർന്നവരെ കാണുമ്പോൾ. അല്ലെങ്കിൽ അവരോടൊന്ന് താങ്ക് യു, ഇപ്പം എന്തെങ്കിലും ചെയ്തു തന്നാൽ താങ്ക് യു പറയാൻ പഠിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ
പറഞ്ഞ് അവർ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് അവരോട് കൊടുക്കുക. ഇതാണ് സെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എൻഗേജ് വിത്ത് അതേഴ്സ്, അതായത് കുട്ടികൾ നൈബേഴ്സായിട്ടോ റിലേറ്റീവ്സ് ആയിട്ടോ അവരുടെ ഫ്രണ്ട്സായിട്ടോ കൂടുതൽ ഇടപഴകാനായിട്ടുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ഈ ഒരു നാർസിസം അങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ ഉള്ളവർ അങ്ങനെ കുട്ടികൾ അങ്ങനെ ഒരു ബിഹേവിയറിലേക്ക് പോവില്ല. അങ്ങനെ കൂടുതൽ സൊസൈറ്റി ആയിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മുടെ കുട്ടികൾ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് മൈനർ മിസ്റ്റേക്സ്, അതായത് ചെറുതായിട്ടൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷമിക്കുക. ഇപ്പോൾ ഒരു ചെറുതായിട്ടിപ്പോൾ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി, അപ്പോൾ നമ്മൾ ഒരുപാട് അവരെ അങ്ങ് ചീത്ത പറയാൻ നിൽക്കാതെ ഒന്ന് ക്ഷമിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എക്സാമിന് മാർക്ക് കുറഞ്ഞാലും അവിടെ ഒരുപാട് ശാസിക്കാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ പിന്നെ കളിക്കാൻ വിടുക, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനായിട്ട് അനുവദിക്കുക. അതും നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ യൂസ് സിംഗിൾ വേർഡ് റിമൈൻഡർ. ഇനി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും കുട്ടികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ വേർഡ് റിമൈൻഡർ, അതായത് ഒരു ചെറുതായിട്ട് അവരെ സൂചിപ്പിക്കുക, ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുക. അപ്പോൾ ആ കുട്ടികൾ ചിലപ്പോൾ ഇപ്പോൾ ടി വി കണ്ടു, ഇപ്പോൾ എണീറ്റ ഉടനെ ടി വി കാണുന്ന ഒരു കുട്ടി അവരോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്യണം എന്ന്. അപ്പോൾ പറയുക ടി വി കാണരുത്, ബ്രഷ് ചെയ്തിട്ട് വന്ന് ടി വി കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ അങ്ങനെ ചെയ്തോളൂ. സോ മോഡൽ വാട്ട് യു എക്സ്പെക്ട്, അതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. അതായത് മാതാപിതാക്കളായിരിക്കും അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണോ കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളും അതുപോലെ ആവാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കുട്ടികൾ തനിയെ പാരൻസിനെ ബഹുമാനിച്ചോളും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരി, ഒരു ചെറു പുഞ്ചിരി മതിയാവും ചിലപ്പോൾ അവർക്കൊരു സന്തോഷം നൽകാനായിട്ട്. സോ നന്ദി. മേഖലാ പ്രസിഡന്റ് VH ഉബൈദുള്ളയെ ക്ഷണിക്കും. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജാരിയ കബീർ, ഇവിടെ മാതാപിതാക്കളുടെ കടമകളെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത ഡോക്ടർ അഞ്ജന, ശ്രീ മൂലയര മേഖല ട്രാക്കിൻ്റെ സെക്രട്ടറി വിനയൻ, മേഖലാ കമ്മിറ്റി അംഗം ലക്ഷ്മിക്കുട്ടി, അസോസിയേഷൻ്റെ സെക്രട്ടറി അല്ലേ സെക്രട്ടറി സുരേഷ്, മറ്റ് മാതാപിതാക്കൾ, കുട്ടികളെ, നമുക്കറിയാം നമ്മൾ എന്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിട്ടുണ്ടെന്ന് അറിയാം. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കൂടാനും കൂടിയിരിക്കാനും പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല ക്ലബ്ബുകളുണ്ടായിരുന്നു, ഗ്രൗണ്ടുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തൊരുമിച്ച് കൂടുമായിരുന്നു, ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം കുറഞ്ഞു പോയിരുന്നു എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ വീടുകളിലെ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഈ സംസ്ഥാനത്താകമാനം ഉണ്ടാകുവാനുള്ളൊരു കാരണമുണ്ടായി എന്ന് വേണം കണക്കാക്കാൻ. നമുക്കറിയാം, നമ്മൾ ഈ നേരത്തെ മനോഹരൻ ചേട്ടൻ ഇവിടെ എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലേ. റെസിഡൻസ് അസോസിയേഷൻ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ ഉന്നതരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവരും ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങിയവരൊന്നുമില്ല. എല്ലാവരും തുല്യരായിട്ടാണ് നമ്മൾ കണക്കാക്കുക. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയില്ലേ, ഒരു ഓട്ട മത്സരം ഉണ്ടായാൽ അതിൽ ജയിച്ചതെന്തുകൊണ്ടാണ്, തോക്കാൻ ഒരാളുണ്ടായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എല്ലാവരും ജയിക്കും. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും. അപ്പോൾ നമ്മൾ ജയിക്കുന്നവരെ മാത്രം നല്ലവരാണ് എന്നൊന്നുമില്ല. എല്ലാവരും അതിൻ്റേതായ കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പലർക്കും അതുപോലെ എത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഈ A+ വാങ്ങി എന്നതുകൊണ്ട് മാത്രം ഒരാൾ സമൂഹത്തിൽ ഉന്നതനായി അല്ലെങ്കിൽ സമൂഹം കൊണ്ട് ഗുണം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതികളാണ്, പഠന രീതികളും മറ്റു കാര്യങ്ങളും ഓരോരോ കഴിവുണ്ടാവും. നമുക്ക് പല കഴിവുകൾ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയ പല ആളുകളും ഇവിടുന്ന് പോയ ആളുകൾ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാറില്ല. പക്ഷേ വിദ്യാഭ്യാസക്കുറവും അവരുടെ മറ്റു കഴിവുകൾ കൊണ്ട് ഉന്നതരായ ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്, ഇല്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, അയാൾ അധികമൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്. മെസ്സിനെ കുറിച്ച് കേട്ടാൽ അദ്ദേഹത്തിന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട ആളാണ്, അദ്ദേഹത്തിന് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞു.
എന്നാൽ ലോകപ്രശസ്തനായ ഫുട്ബോളർ, അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അദ്ദേഹം ആ ഒരു കഴിവ് വെച്ച് വളർന്നു വന്നു. അപ്പോൾ നമ്മൾ നമ്മളെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. മാതാപിതാക്കളായ ഏത് കുട്ടികളായാലും കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കിൻ്റെ ഒരു സിസ്റ്റം ഇല്ല, ഗ്രേഡിൻ്റെ സിസ്റ്റത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് അത് കുട്ടികളുടെ കുറേ ടെൻഷനും മറ്റു കാര്യം കുറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ പോലും ഇപ്പോഴും പലരും A+ ഉള്ളത് കിട്ടിയവർക്ക് മാത്രമേ സമ്മാനങ്ങൾ ലഭിക്കുള്ളൂ എന്നുള്ളൊരു സിസ്റ്റം ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷനുകളെ രൂപീകരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഇവിടെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച എല്ലാ കുട്ടികളും, മാർക്ക് വാങ്ങിച്ച എല്ലാ കുട്ടികളെയും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഈ പരിപാടിക്കും മേഖലയുടെ എല്ലാവിധ ആശംസ അർപ്പിച്ചു നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി മേഖലാ സെക്രട്ടറി PS വിനയൻ അവർ ക്ഷണിക്കും. അപ്പോൾ ജാരിയ കബീർ ട്രാക്കിൻ്റെ ഒരു എന്താ പറയണ നല്ലൊരു പ്രവർത്തകയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മുമ്പ് ഉബൈദ് പറഞ്ഞ പോലെ ഫുൾ A+കാരെ മാത്രമല്ല എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വേണ്ട കാര്യം തന്നെയാണ്. ഈ ഫുൾ A+ മേടിച്ചവരോടും ഈ മറ്റുള്ളവരോടും പറയാനുള്ളത്, ഫുൾ A+ ഏറ്റവും കൂടുതൽ മേടിക്കേണ്ട ജീവിതത്തിലാണ്. ഫുൾ A+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അറിയപ്പെടേണ്ട ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലൊന്നും ആയിട്ടല്ല. ഒരു പയ്യനുണ്ട്, അവൻ അടിപൊളിയാണ്, അവൻ നന്നായിട്ട് ആൾക്കാരോട് ഇടപഴകാൻ അറിയാം, ആളെ കണ്ട് അറ്റ്ലീസ്റ്റ് ചിരിക്കെങ്കിലും ചെയ്യും, നന്നായിട്ട് പെരുമാറാൻ അറിയാം. ഇങ്ങനെ വേണം. അല്ലാണ്ട് അവൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ് വക്കീലാണ്, ആളെ കണ്ട മുഖത്തോലും നോക്കൂല, അങ്ങനെ പറയരുത്, മനസ്സിലായില്ലേ? അവൻ നന്നായിട്ട് പെരുമാറാൻ അറിയാം, ആൾക്കാരെ കണ്ട് ചിരിക്കും, നന്നായിട്ട് ഇടപഴകാൻ അറിയാം എന്ന് പറയാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് നേടാനുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, ആളുകളായിട്ട് ഇടപഴകാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. ആളുകളായിട്ട് ഇടപഴകാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാലാണ് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരു നല്ല മനുഷ്യനാവുള്ളൂ. ഈ ആത്മഹത്യയൊക്കെ പെരുകുന്നതിന് ഒരു പരിധിവരെ കാരണം വെച്ചാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയ ആളുകളുടെ അനുഭവങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളിലും പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ചെറുപ്പക്കാർ ശ്രമിക്കുക. സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കുറേ ജീവിതങ്ങൾ അറിയാൻ പറ്റും, കുറേ കഥകൾ കേൾക്കാൻ പറ്റും, കുറേ അനുഭവങ്ങൾ അറിയാൻ പറ്റും. അതിലൂടെ നമ്മൾ നേരിടുന്ന പ്രശ്നം ഒന്നുമല്ലാന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഏറ്റവും മനോഹരമായൊരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചായ കുടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിന് ഒട്ടും പ്രസക്തിയില്ല. അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യം നല്ലതായിരുന്നു, പക്ഷേ ഇടയ്ക്ക് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, കുറച്ചുകൂടി സംസാരിക്കാറുന്നില്ലേ? കുറച്ചുകൂടി സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടറെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ട്രാക്കിൻ്റെ വേദികളിലൊക്കെ തീർച്ചയായിട്ടും വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരാളെ നോക്കിക്കായിരുന്നതല്ല, തന്നെ ഒരാളെ നോക്കിക്കായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നിവിടെ വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവരും ചായ കുടിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ഒരു ലഹരി മുക്ത ഗാനം ആലപിക്കുന്നതിനായി ജ്യോതി ടീച്ചർ ക്ഷണിക്കുന്നു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. മക്കളെ ഒന്നും മിണ്ടാതിരിക്കോ? ഈ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടിച്ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടിച്ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി ശിരസ്
ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടിഞ്ഞൊടുങ്ങരുതൊരു നാളും അതിനു നമ്മളൊടുക്കണം ഇന്നീ പ്രതിജ്ഞ ലഹരികളരുതരുതേ പ്രതിജ്ഞ ലഹരികളരുതരുതേ ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ഈ ലൈൻ ഞാൻ ഒന്നും കൂടി പാടും, എല്ലാവരും ഒന്ന് പാടാം കേട്ടോ. ശിരസ്സുയർത്തി ശിരസ്സുയർത്തി ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം ശിരസ്സുയർത്തി ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും ഓക്കെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ജ്യോതി ടീച്ചർ രണ്ടുപേരെയും നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും പാടിച്ചു. അത് വെറുതെ ഒരു പാട്ടല്ല, അത് മനസ്സിൽ തട്ടേണ്ട പാട്ടാണ്. എല്ലാവരും പുറത്ത് സ്കൂളുകളിൽ പോകുന്നവരാണ്. ഇപ്പോൾ ഓരോ മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിലൂടെ വരുന്നുണ്ട്, കുട്ടികളെ ചതിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ റെസിഡൻസിൻ്റെ ഇൻചാർജുള്ള ലക്ഷ്മിക്കുട്ടിയെ ആശംസകൾ അറിയിക്കുന്നതിനായി വിളിക്കും. നമ്മുടെ റെസിഡൻസിൻ്റെ അധ്യക്ഷനായ ജാരിയ കബീർ, നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ അഞ്ജന രാജ്, എട്രാക്ക് ജില്ലാ സെക്രട്ടറി പി മനോഹരൻ ചേട്ടന്, പിന്നെ എട്രാക്ക് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദക്ക, എട്രാക്ക് മേഖലാ കമ്മിറ്റി വി എസ് വിനയന്, പിന്നെ നമ്മുടെ സുരേഷേട്ടനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ റെസിഡൻസ് നന്നായിട്ട് പോകാനും ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അവാർഡ് ദാന ചടങ്ങാണ്. അവാർഡ് നൽകുന്നതിനായി നമ്മുടെ എഡ്രാക്കിൻ്റെ മേഖലാ പ്രസിഡന്റ് വി എച്ച് ഉബൈദുള്ളയെ ക്ഷണിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി +2 വിഭാഗത്തിൽ ഫുൾ A+ വാങ്ങിയ അനഘ കെയെ ക്ഷണിക്കുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ മെഹറിൻ ഫാത്തിമ. അവാർഡ് നൽകുന്നതിനായി നമ്മുടെ ബഹുമാന്യായ ഡോക്ടറെ ക്ഷണിക്കുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ ഗൗരി നന്ദ സുനിൽ. ആ കുട്ടിയുടെ എത്തിയിട്ടില്ല, എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് വാങ്ങാനായി കൊച്ചച്ഛനെ ക്ഷണിക്കുന്നു. ദിലീപേട്ടൻ വരിക. അവാർഡ് നൽകുന്നതിനായി എഡ്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി PS വിനയനെ ക്ഷണിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ ഈ ട്രോഫികളൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാൽക്കൺ ട്രാൻസ്പോർട്ടേഴ്സാണ്. ദിലീപേട്ടനാണ് അതിൻ്റെ ഒരു കയ്യടി ഉള്ളത്. ദിലീപേട്ടനാണ് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. ഫാരിഷ് ഹക്കീം
അവാർഡ് നൽകാൻ ലക്ഷ്മിയെ ക്ഷണിക്കുന്നു. അടുത്തത് മുഹമ്മദ് ഫർഹാൻ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ കൊച്ചുങ്ങൾക്ക്. ട്രോഫി മാത്രമല്ല ആവശ്യം, കയ്യടിയും കൂടി ആവശ്യമാണ് കേട്ടാ. മൈമൂനത്ത് ലത്തീഫ് നമ്മുടെ ഈ ട്രോഫിയൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കി തന്നെ നമ്മുടെ ദിലീപ് ആണ് സമ്മാനിക്കുന്നത്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് ദിലീപിനും കൊടുക്കുക, മോനും കൊടുക്കുക. രണ്ടുപേരും കൈയടി അറിയിക്കണ്ടിട്ടാ. ജിതിൻ പ്രജരന് ട്രോഫി നൽകുന്നതിനായിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറി സുരേഷിനെ ക്ഷണിക്കുന്നു. ജിതൻ പ്രജരന് നല്ലൊരു കൈയടി കൊടുക്കൂ. ഇനി ആഗ്നീവ് സുരേഷ്, വാ മോനെ. അദ്രിസ് സുരേഷ്, രണ്ടാളും വരിക. നമ്മുടെ അദ്രിതിനും ആഗ്നീവിനും സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ഹോമിയോ ഡോക്ടർ അഞ്ജന രാജിനെ ക്ഷണിക്കുന്നു. ഇത് നമ്മുടെ ഇരട്ട കുട്ടികളാണ്, സുരേഷിൻ്റെ കുട്ടികളാണിത്. ജോയിന്റ് സെക്രട്ടറി സുരേഷിൻ്റെ കുട്ടികളാണ്. അടുത്തത് വേദിക, മാളവിക, ഇഷാൻ മറിയം നിതിൻ. നമ്മുടെ അഡ്വക്കേറ്റ് ഉബൈദുള്ള ആണ് ഇത് കൊടുക്കുന്നത്. ആരാണ്? ഇഷാൻ മറിയത്തിന്. ശ്രീഹർ ഷിജു. കുഞ്ഞുവായിക്ക് സമ്മാനം കൊടുക്കണ്ട്. കുഞ്ഞുവാ വന്നോണ്ടിട്ടാ. ആ അഡ്വക്കേറ്റ് ഉബൈദുള്ളയാണ് ശ്രീഹർ ഷിജുവിന് സമ്മാനം കൊടുക്കുന്നത്. നീ അടുത്ത് വാമിക വിനു. അടുത്തത് ആര്യനന്ദ സുനിൽ. ശ്രീനന്ദ സുനിൽ. SLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ആദം സുബൈറിന്റെ ഉമ്മച്ചിനെ ക്ഷണിക്കുന്നു. ആര്യനന്ദ സുനിൽ. അടുത്തത് ശ്രീനന്ദ സുനിൽ. ഫഹ്മി ഫാത്തിമ. ആദം സുബൈറിന്റെ ട്രോഫി അതിന്റെ കൊച്ചിന്റെ ഉമ്മിച്ചിയാണ് മേടിക്കുന്നത്. കൊടുത്തത് ഉബൈദുള്ള. മുനിവീർ ബക്കർ. എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കട്ടെ പിള്ളേർക്ക്. ശിവദേവ് ദിനേശ്. സായി പല്ലവി, സായി പാർവതി. സായി പാർവതി. പിള്ളേർക്ക് പനിയായ കൊച്ചിന്റെ ചേട്ടനാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. ഇനി അടുത്തത് ആഹിൽ റഫീഖ്.
വന്നിട്ടുണ്ടെങ്കിൽ വരൂ ആരെങ്കിലും. അടുത്തത് സൈറ റഫീഖ്. അല്ല, അവന്റെ കൊച്ചാണ്, അത് അവന്റെ കൂടെ ഉള്ളതാണ്. സൈറ റഫീഖ് വന്നല്ലോ അല്ലേ. അതുല്യ ദിൽജിത്ത്. ആദ്യ ദിൽജിത്ത്. അടുത്തത് അമിത് ദേവ് വന്നിട്ടുണ്ടാ. ഇത് തീർത്ഥാന്നാണ് കേൾക്കണ. തീർത്ഥ വന്നിട്ടുണ്ടാ. കൃതിക. ഹമീദ്. അനന്തകൃഷ്ണൻ. കൊച്ചിന്റെ അച്ഛന് ബാക്കിലുണ്ട് കേട്ടാ. ശ്രീഹരി. ശ്രീലക്ഷ്മി. അനുഗ്രഹ്. ലക്ഷ്മി നന്ദ. അനുഗ്രഹ്. ലക്ഷ്മി നന്ദ. ദിയ ഫാത്തിമ വന്നിട്ടുണ്ടോ? സ്നേഹ. ശ്രേയ കഴിഞ്ഞിട്ട് ശ്രേയ. സ്നേഹ ദേ വരുന്നു അമ്മ. അഷ്റഫ് വന്നിട്ടുണ്ടാ? വാ. അടുത്തത് നഫീസ. നഫീസ വന്നോ? നഫീസ ആരാ? ആ മിടുക്കി. അഷ്റഫിനും നഫീസയ്ക്കും സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ പാട്ട് ടീച്ചർ ജ്യോതി ടീച്ചറാണ്. ഫേമസ് ആണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ചൗരക്കരയിലെ. അടിപൊളി ടീച്ചറാണ്. ടീച്ചർക്ക് നല്ല എവിടെയും കൊച്ചുങ്ങൾക്കും കൂടി. അപ്പൊ അവരുടെ വാപ്പിശിയും കൊച്ചുങ്ങളും എന്ത്? അയാൻ അബാൻ. അജ്മൽ ഷാരാണാവോ? അയാനും അബാനും ഇല്ല അവര്. അയാൻ അബാൻ നമ്മുടെ അഡ്വക്കേറ്റിന്റെ നിന്നാണ് സമ്മാനം ഏറ്റുപടിക്കുന്നത്. മക്കളെ നന്നായി പഠിച്ചോട്ടാ. സിത്ര പേടിച്ചു ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. നമ്മുടെ വിനയൻ ചേട്ടനാണ് കേട്ടോ. അടിപൊളിയാണ്. സൂപ്പർ പ്രാസംഗികനാണ്. അജിന്റെ കൊച്ചിന് പനിയാണ്. ആ പെങ്കൊച്ചിന്. ആ കൊച്ചിന്റെ അവന്റെ പെങ്ങളൂട്ടി. അതിന് പനിയാണ്. അതാണ് അമ്മ വരാതിരുന്നത്. കൊച്ചിന് പനിയാണ്. നീ നസീഫത്ത് റഹ്ഹാന. ദേവേഷ്പി നായർ. ഒരു ദക്ഷ. ആ കൊച്ചിന് പനിയാണ്. ആ കൊച്ചി വന്നിട്ടില്ല. അതിന്റെ ഒരു പെങ്ങളുണ്ട്. ദക്ഷയ്ക്കും കൂടി ഉള്ളത് അങ്ങോട്ട് ആ കൊച്ചിന്റെ ഉള്ളിൽ കൊടുത്തു വിട്ടേക്കൂ. ആർക്കെങ്കിലും ബുക്ക് കിട്ടാനുണ്ടെങ്കിൽ പറയണട്ടാ. സുൽഫീഖറിന്റെ മോള് ബുക്ക്. അത് ശരിയാണ് പറയണേ.